Cambridge English 365 days. 365 ദിവസവും ഇംഗ്ലീഷിന് വേണ്ടി നമുക്ക് അല്പസമയം ചെലവഴിക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് it's high time subject plus verb second form. ഇങ്ങനെ ഒരു പാറ്റേൺ ആണ്. ഇതെങ്ങനെ ഉപയോഗിക്കാം, ഇതിൻ്റെ ഗ്രാമർ എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇപ്പോൾ ബുക്സ് മേടിച്ചിട്ടുള്ള സ്റ്റുഡൻസ് പേജ് നമ്പർ 12 വെച്ചാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അഡ്വാൻസ് സെക്ഷനിൽ പേജ് നമ്പർ 12 പ്രത്യേകം ശ്രദ്ധിക്കണം. ബുക്കിൽ 2 സെക്ഷൻ ഉണ്ട്. അതിൽ അഡ്വാൻസ് സെക്ഷനിൽ പേജ് നമ്പർ 12 ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. 1 മിനിറ്റ് ഗ്രാമർ എന്ന രീതിയിലുള്ളൊരു വീഡിയോ ആണ്. നമുക്ക് ഗ്രാമർ പെട്ടെന്ന് മനസ്സിലാക്കാം 1 മിനിറ്റിനുള്ളിൽ തന്നെ. അതിനുശേഷം നമ്മൾ വെർബ് ചേഞ്ച് ചെയ്ത് കുറേ സെൻറ്റൻസുകൾ ഉപയോഗിക്കുന്നു, ജീവിതത്തിൽ ആവശ്യമുള്ള സെൻറ്റൻസുകൾ പഠിച്ചെടുക്കുന്നു. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ബുക്സ് വെച്ച് ഉറക്കെ പ്രാക്ടീസ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസ് വായിക്കാം. It's time she called me. ഇവിടെ called എന്ന് നമ്മൾ ഉച്ചരിക്കരുത്. It's time she called me. ചെറിയ രീതിയിൽ called ചെറിയ രീതിയിൽ അവിടെ d ഉച്ചരിച്ചാൽ മതി. It's time she called me. അവൾ എന്നെ വിളിക്കേണ്ട സമയം കഴിഞ്ഞു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അവൾ എന്നെ വിളിക്കേണ്ട സമയം കഴിഞ്ഞു. ഇതിൽ ഇറ്റ്സ് ഹൈ ടൈം എന്നാക്കി മാറ്റിയാൽ അതിൻ്റെ അർത്ഥം അവൾ എന്നെ വിളിക്കേണ്ട സമയം വളരെ അതിക്രമിച്ചു. ഇത്ര നേരമായിട്ട് അവൾ എന്ത് വിളിച്ചില്ല. അവൾ 6 മണിക്ക് വിളിക്കേണ്ടതാണ്, ഇപ്പോൾ 7 മണിയായി, വളരെ സമയം കഴിഞ്ഞു, സമയം അതിക്രമിച്ചു, അവൾ എന്തുകൊണ്ട് ഇതുവരെ വിളിച്ചില്ല എന്നൊരു മീനിങ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഹൈ ടൈം എന്നും കൂടി ആഡ് ചെയ്യുന്നത്. നമുക്ക് ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മളോട് ഉപയോഗിക്കേണ്ടത് വെർബിൻ്റെ സെക്കൻഡ് ഫോമാണ്, പാസ്റ്റ് ഫോമാണ് നമ്മളോട് ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് ടൈം ഷി കോൾഡ് മീ. അവളെന്നെ വിളിക്കേണ്ട സമയം കഴിഞ്ഞു. ഇറ്റ്സ് ഹൈ ടൈം ഷി കോൾഡ് മീ. അവളെന്നെ വിളിക്കേണ്ട സമയം വളരെ അതിക്രമിച്ചു. ഓക്കെ, അപ്പോൾ ഇത് ജീവിതത്തിൽ ഉപയോഗിക്കണം. ഉപയോഗിക്കാവുന്ന രീതിയിൽ എങ്ങനെ ഇത് സെറ്റ് ചെയ്യാമെന്നുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ഈ 3 സെൻറ്റൻസ് ഒന്ന് പറയട്ടെ. ഇറ്റ്സ് ടൈം ദേ ഇൻഫോംഡ് അസ്. അവർ നമ്മളെ ഇൻഫോം ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഇറ്റ്സ് ടൈം ദേ ഇൻഫോംഡ് അസ്. ഇറ്റ്സ് ഹൈ ടൈം ദേ ഇൻഫോംഡ് അസ്. അവർ നമ്മളെ ഇൻഫോം ചെയ്യേണ്ട സമയം വളരെ അതിക്രമിച്ചു എന്നാണ്. ഹൈ ടൈം എന്ന് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മീനിങ്ങിൽ വ്യത്യാസം വരാം. ഇറ്റ്സ് ഹൈ ടൈം ഷി റീച്ച് ഹിയർ. ഇറ്റ്സ് ഹൈ ടൈം ഷി റീച്ച് ദേർ. ഓക്കെ, അവൾ അവിടെ എത്തേണ്ട സമയം അതിക്രമിച്ചു. അവൾ 5 മണിക്ക് എത്തേണ്ടതാണ്, ഇപ്പോൾ 6:30 അപ്പോൾ അവളവിടെ എത്തേണ്ട സമയം കഴിഞ്ഞു, നീ അവളെ ഒന്ന് വിളിക്കി എന്ന രീതിയിൽ സെൻറ്റൻസ് നമ്മൾ പറയണമെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് പറയേണ്ടത്. ഇറ്റ്സ് ഹൈ ടൈം ഷി റീച്ച് ദേർ. ഷി ഹാസ് ഇൻ റീച്ച് ദേർ. ജസ്റ്റ് കോൾ ഹെർ റൈറ്റ് നൗ. അവൾ അവിടെ എത്തേണ്ട സമയം വളരെ അതിക്രമിച്ചു, പക്ഷെ അവൾ ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. ഷി ഹാസ് ഇൻ റീച്ച് ദേർ അൺടിൽ നൗ. ഇതുവരെ അവൾ അവിടെ എത്തിയിട്ടില്ല. കോൾ ഹെർ റൈറ്റ് നൗ. ഇപ്പം തന്നെ അവളെ വിളിക്കി. അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് ഇങ്ങനത്തെ സെൻറ്റൻസുകളൊക്കെ ഉപയോഗിച്ച് പഠിക്കണം. ബുക്സ് വെച്ച് മാത്രമേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളൂ. കേംബ്രിഡ്ജ് ബുക്സുകൾ ഞങ്ങളിൽ നിന്ന് വാങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞങ്ങൾ പറയുന്നുണ്ട് എങ്ങനെ ബുക്സ് മേടിക്കാം എന്നുള്ളത്. ബുക്സ് വെച്ച് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കൊരു കോൺഫിഡൻസ് ലഭിക്കുകയുള്ളൂ. 82815556 എന്ന നമ്പറിലേക്ക് വിളിച്ചാണ് നിങ്ങൾ ബുക്ക് മേടിക്കേണ്ടത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ഈ ട്രാക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൽ ഇറ്റ്സ് ഹൈ ടൈം യു അപ്പോളജൈസ്ഡ്, ഇത് വെർബാണ് എങ്കിൽ എത്ര വെർബ് നമുക്കറിയാം അത്രയും സെൻറ്റൻസുകൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ മാക്സിമം സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് റിയൽ ലൈഫിൽ ഉപയോഗിക്കാവുന്ന ടൈപ്പ് സെൻറ്റൻസുകൾ നമ്മൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാം, എന്നിട്ടത് പറഞ്ഞ് പഠിക്കാം. അതുപോലെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇതുപോലെ ഉപയോഗിക്കാം. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ തിയറി നമ്മൾ പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം കേംബ്രിഡ്ജ് ബുക്സുകൾ ഉപയോഗിച്ച്. അതിനുശേഷം അപ്ലിക്കേഷൻ നമ്മൾ റിയൽ ലൈഫിൽ എപ്പോഴൊക്കെ ചാൻസ് കിട്ടുമോ അങ്ങനെയൊക്കെ ആ സിറ്റുവേഷനിലൊക്കെ നമുക്കത് പറയാനും കൂടി ശ്രമിക്കണം. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നമുക്കിവിടെ കാണാൻ സാധിക്കും. യു മേഡ് ഹെർ ക്രൈ യെസ്റ്റർഡേ. നീ അവളെ ഇന്നലെ കരയിപ്പിച്ചു. യു മേഡ് ഹെർ ക്രൈ യെസ്റ്റർഡേ. യു ഡിഡ്ന്റ് അപ്പോളജൈസ് അൺടിൽ നൗ. നീ ഇതുവരെ അപ്പോളജൈസ് ചെയ്തില്ല, ക്ഷമാപണം നടത്തിയില്ല. അവിടെ നമുക്ക് ഹാവിൻറ്റ് എന്നാണ് കുറച്ചുകൂടി നല്ലത്. യു ഹാവിൻറ്റ് അപ്പോളജൈസ്ഡ് അൺടിൽ നൗ. ഇവിടെ ഹാവിൻറ്റ് എന്നാക്കാം, കാരണം സംസാരിക്കുന്ന സമയത്ത് കണക്ഷൻ ഉള്ളത് കൊണ്ട് നമ്മളവിടെ ഹാവിൻറ്റ് ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. you haven't apologized
You haven't apologized until now. ഇതുവരെ നീ ക്ഷമാപണം നടത്തിയില്ല. It's high time you apologized. നീ ക്ഷമാപണം നടത്തേണ്ട സമയം വളരെ അതിക്രമിച്ചു. Say sorry right now. ഇപ്പൊ തന്നെ സോറി പറയും. ഇതാണ് നമ്മൾ പറയുന്ന സിറ്റുവേഷൻ. അപ്പോൾ ഒരു കുട്ടിയെ കരയിപ്പിച്ചു, അവൾ ഇതുവരെ അല്ലെങ്കിൽ അവൻ ഇതുവരെ അവളുടെ അടുത്ത് സോറി പറഞ്ഞില്ല, ക്ഷമാപണം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് പറയാണ്, നോക്കൂ, നീ ഇന്നലെ അവളെ കരയിപ്പിച്ചു, നീ ഇതുവരെ അവളോട് ക്ഷമ പറഞ്ഞില്ല, നീ ക്ഷമ പറയേണ്ട സമയം വളരെ അതിക്രമിച്ചു, പോയി സോറി പറയും എന്ന് നമ്മൾ പറയുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കേണ്ട സെന്റൻസുകളാണ് ഇവിടെ കാണുന്നത്. You made her cry yesterday. You haven't apologized until now. It's high time you apologized. Say sorry right now. ഇതാണ് നമ്മളവിടെ പറയേണ്ടത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉപയോഗിച്ച് പഠിക്കണം. റിയൽ ലൈഫിൽ നമുക്ക് ഏത് സിറ്റുവേഷൻ വന്നാലും പല ടോപ്പിക്സുകളാണ് നമ്മൾ പഠിക്കുന്നത്, അതെല്ലാം മിക്സ് ചെയ്ത് ഇതുപോലെ പറയാൻ നമ്മൾ പഠിക്കണം. അപ്പോൾ ആ ബുക്സ് വെച്ച് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കോൺഫിഡൻസ് ലഭിക്കില്ല. ഓക്കെ, അപ്പോൾ ബുക്ക് വാങ്ങിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ഇതിന് ശേഷം പറയുന്നുണ്ട്. 1 മിനിറ്റ് ഗ്രാമർ എന്ന രീതിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ ചെറിയൊരു ആശയം മാത്രമാണ്. നിങ്ങൾക്ക് ആശയം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. ഇനി നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ബുക്സ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം, നമ്മുടെ ചാനൽ എങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്, ബുക്സ് ഞങ്ങളിൽ നിന്ന് എങ്ങനെ വാങ്ങിക്കാം, എന്തുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, എന്താണ് നമ്മുടെ മെത്തേഡ്, എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ സ്കിപ്പ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഫോണിലൂടെ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 8281555666. ഫോണിലൂടെ ഇംഗ്ലീഷ് ടീച്ചേഴ്സുമായി ഇംഗ്ലീഷ് സംസാരിച്ച് ഇംഗ്ലീഷിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ നമുക്ക് സാധിക്കും. IELTS പോലുള്ള ഇൻ്റർനാഷണൽ എക്സാംസ് നടത്തുന്ന യൂണിവേഴ്സിറ്റിയാണ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. അപ്പോൾ നമുക്ക് നിർബന്ധമായും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിൻ്റെ ഒരു ബുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾക്കറിയാം ഡിഡ്, ഹാവ്, വുഡ്, കുഡ് ഇങ്ങനെയുള്ള ഓക്സിവേർബ്സും മോഡൽ ഓക്സിവേർബ്സും കുറേ വീഡിയോസ് നമ്മൾ കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ കൺഫ്യൂഷൻസ് ആവും, ഏത് എവിടെ ഉപയോഗിക്കണമെന്നൊക്കെ. അപ്പോൾ നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു ഐഡിയ വേണം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ ക്ലാസ്സസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കൃത്യമായ ഓർഡറിലുള്ളൊരു ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ പല സ്റ്റുഡൻസും പല റേഞ്ചിലുള്ള സ്റ്റുഡൻസ് ആയതുകൊണ്ട് നമുക്കിത് കൃത്യം ഓർഡറിൽ കുറച്ച് സ്റ്റുഡൻസിന് വേണ്ടി മാത്രം നമുക്ക് ക്ലാസ് എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 2 ബുക്സ് ഞങ്ങളിൽ നിന്ന് വാങ്ങുക. അതിനാകെ നിങ്ങൾക്ക് ചിലവ് വരിക 550 രൂപ മാത്രമാണ്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിൻ്റെ ഒരു ബുക്കും ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത ഒരു ബുക്കും നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് വാങ്ങാൻ സാധിക്കും. 550 രൂപ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ അയക്കണം. അതിനുവേണ്ടി നിങ്ങൾ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി നിങ്ങൾ വിളിക്കേണ്ടത് 8281555666 എന്ന നമ്പറിലേക്കാണ്. നിങ്ങൾ ഒട്ടും മടി കാണിക്കരുത്, ഉടനടി വിളിക്കൂ. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൻ്റെ ക്വാളിറ്റി കൂട്ടണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സംസാരിച്ച് പഠിക്കണം. അപ്പം അതിന് നല്ല സെൻറ്റൻസുകൾ നിങ്ങൾ ഉറക്കെ പറഞ്ഞു പഠിക്കണം. സ്വരം കുറച്ചല്ല, ഉറക്കെ പറഞ്ഞു പഠിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ബുക്സുകൾ നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിൻ്റെ ബുക്കിലുള്ള സെൻറ്റൻസുകൾ ഓരോന്നും പറഞ്ഞു പഠിക്കണം. കാരണം ഇപ്പോൾ ഈ സെൻറ്റൻസുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഗ്രാമർ ഐഡിയ. പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷം നോക്കുകയാണെങ്കിൽ നമ്മളത് മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ അത് നിൽക്കും. അപ്പോൾ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് വെറുതെ വീഡിയോ കണ്ടുപോയാൽ പോരാ, നിങ്ങൾ സെൻറ്റൻസ് പ്രാക്ടീസ് ചെയ്യണം, ഉറക്കെ പറയണം, നിർബന്ധമാണത്. മലയാളം സംസാരിച്ചാണ് മലയാളത്തിൻ്റെ ക്വാളിറ്റി നമ്മൾ കൂട്ടിയെന്നുള്ളത് നമ്മൾ മറക്കരുത്. അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ ക്വാളിറ്റി കൂട്ടാനും നമ്മൾ ഉറക്കെ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ 10-300 ടോപ്പിക്സ് ഒന്നും നമ്മുടെ ബ്രെയിനിൽ നിൽക്കില്ല, നമുക്ക് ഓർത്ത് വയ്ക്കാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് ഓർത്ത് വയ്ക്കാൻ സാധിക്കും നമ്മളത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ആ ഒരു മെത്തേഡ് നിങ്ങൾ ഉപയോഗിക്കണം. 8281555666 എന്ന ഈ നമ്പറിൽ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ അംഗങ്ങളാകണം. കാരണം നമ്മൾ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ലഭിക്കും. അതുകൂടാതെ ചില മെറ്റീരിയൽസ്, അതായത് നിങ്ങൾക്ക് ചില ടോപ്പിക്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രൂഫ്, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളുടെ പ്രൂഫൊക്കെ നിങ്ങൾക്ക് അതിൽ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അതിലൊരു പ്രത്യേകത, ഞങ്ങൾക്ക് മാത്രം മെസ്സേജ് അയക്കാവുന്ന രീതിയിലാണ് ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കാരണം എല്ലാ സ്റ്റുഡൻസിനും മെസ്സേജ് അയക്കാവുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ഡിസ്റ്റർബൻസ് ആയിരിക്കും എല്ലാവർക്കും.
അപ്പോൾ അതുകൊണ്ട് നമ്മളിൽ നിന്നുള്ള മെറ്റീരിയൽസ് മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഒരു വേറെ ശല്യങ്ങളും ഇല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളാകാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ആഡ് മൈ നമ്പർ എന്ന ഒരു മെസ്സേജ് 82815556 എന്ന നമ്പറിലേക്ക് അയയ്ക്കുക. അവർ നിങ്ങളുടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ അയക്കേണ്ടത് ഇപ്രകാരമാണ്: പ്ലീസ് ആഡ് മൈ നമ്പർ 82815556 എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ അയക്കേണ്ടത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഒരു 5 ഫ്രണ്ട്സിനെങ്കിലും നമ്മളത് ഫോർവേഡ് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണുന്ന ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം, സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഈ 2 വീഡിയോസിൽ ഏതെങ്കിലും ഒന്ന് വാച്ച് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.